ഇതൊന്നും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ഇവരെന്തോ പ്ലാനിങ്ങിലാണല്ലോ. അതെ ആന്റി, ഞാൻ ഇത്രയൊക്കെ ക്ഷമിച്ചു. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരുടെ ആദ്യരാത്രി ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഒളിച്ചു നിന്നുള്ള തന്ത്രങ്ങളും പ്ലാനിങ്ങുകളും ഒന്നുമില്ല. നേർക്ക് നേർ യുദ്ധമാ. എടി മോളെ, നീ നേരിട്ട് അവളെ എന്തെങ്കിലും ചെയ്യാൻ പോയാ മഹി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അത് മാത്രല്ല, അതോടെ ഗംഗയ്ക്ക് എന്തെങ്കിലും പറ്റിയാ മഹിയോടൊപ്പം ജീവിക്കാന്നുള്ള നിന്റെ ആഗ്രഹവും നടക്കാതെ വരും. നേരിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാ ഞാൻ നേരിട്ട് ചെന്ന് അവളെ കൊല്ലാൻ പോകുന്നല്ല. ആളെ ഇറക്കി ഒളിവും മറവും ഇല്ലാതെ ഇവിടെ വെച്ച് തന്നെ തീർക്കും. അതിനു പറ്റിയ ആള് എന്റെ കയ്യിലുണ്ട്. ഇന്ന് ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഗംഗയുടെ മരണം ഉറപ്പാക്കും. അതിൽ കുറഞ്ഞ ഒന്നും ഇനിയില്ല. അയ്യോ, നിന്റെ ഒരു പ്ലാനും നടക്കില്ല ശ്രേയേ. ഏത് ഗുണ്ട വന്നാലും ഗംഗയെ സംരക്ഷിക്കാൻ ഞാനുണ്ടിവിടെ. ഇക്കാര്യം ഗംഗ അറിയണ്ട. ഇന്ന് അവരുടെ ആദ്യ രാത്രിയല്ലേ, സമാധാനമായി കഴിയട്ടെ. ഗുണ്ടയുടെ കാര്യം എനിക്ക് നോക്കാനുള്ളതേ ഉള്ളൂ. ഹലോ, ആരേ ഇത്? എന്താ ശ്രേയ ഇത്? എന്താ നത്തൂനെ? ആരേ ഇയാള്? ആന്റി എതിര് നിൽക്കരുത്. ആ ഗംഗ ഇന്ന് ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. അതിനുവേണ്ടി വിളിച്ചു വരുത്തിയതാ ഞാൻ. വീട്ടിൽ വെച്ച് ഒരു വഴക്കും പ്രശ്നങ്ങളും വേണോ? ആ ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ നാത്തൂനെ. അവളെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഇയാൾ ഇപ്പൊ ചെന്ന മഹി ഇടപെടുത്തില്ലേ? വലിയ വഴക്കാവില്ലേ? മഹി ഇയാളെ തല്ലിയാലോ? എന്നാരും തല്ലില്ല. എന്നെ തല്ലാൻ വന്നാ ഞാൻ വെറുതെ വിടേയില്ല. മഹി കൈവച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആന്റി. മഹേട്ടനെ നമുക്ക് പിടിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വഴക്കുണ്ടാക്കാനാണോ പ്ലാൻ? അല്ല, ഇയാളൊരു കള്ളനെ പോലെ അകത്ത് കടന്ന് ഗംഗയെ വകവരുത്തും.